ഞാനത് സത്യം പറയാൻ മദർസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ ദേഷ്യമൊക്കെ വരും. റെക്കമെൻഡിൽ വന്നൊരു വീഡിയോ ആണ് റസ്മിൻ ഭായിൻ്റെ മദ്രസ പഠനത്തിനെ പറ്റി പറയുന്നൊരു വീഡിയോ. നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പം ഞാൻ പഠിച്ച മദ്രസയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 നേരം നിസ്കരിക്കാനും നോമ്പെടുക്കാൻ, പിന്നെ ഹജ്ജ് ചെയ്യാൻ, പിന്നെ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദാനം ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഔറത്ത് മറക്കുക, അതായത് നമ്മൾ ശരീരം ഫുള്ള് മറഞ്ഞിട്ടുള്ള ഡ്രസ്സ് ഇട്ട് നടക്കുക. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അന്യ സ്ത്രീയുടെയും അന്യ പുരുഷൻ്റെയും പിന്നാലെ പോകാതിരിക്കുക, പിന്നെ മൂത്തവരെ ബഹുമാനിക്കുക, വയസ്സായ ആൾക്കാരെ നല്ലതുപോലെ പിന്നെ നോക്കുക, പിന്നെ കള്ള് കുടിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് പഠിച്ചോൻ കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു വിചാരം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചു വന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ഇതിലൊന്നും റസ്മിൻ കളിയാക്കിയതുപോലെ ചിരിക്കാനോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക തീവ്രവാദം പോലെയുള്ള കാര്യങ്ങൾ ഒന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷേ നമ്മുടെ മതത്തിൽപ്പെട്ട ഒരാൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് അറിയാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ വിചാരിക്കും മദ്രസയിൽ എന്തോ ഭീകരവാദം പഠിപ്പിക്കുകയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് മദ്രസയിൽ ഭീകരവാദം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ലെവലിലാണ് ഇപ്പോഴത്തെ ടോക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ എന്താണോ ഇഷ്ടമുള്ളത് അത് ചെയ്യുക. പക്ഷേ അതിന് വേണ്ടിയിട്ട് മതത്തിനെ തള്ളി പറയരുത്. കാരണം ഇതിൻ്റെ മുൻപ് ഇവർ ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റൻ്റാണ്. ഇതോടൊപ്പം തന്നെയാണ് ജാസ്മിനും ഉണ്ടായിരുന്നത്. ജാസ്മിൻ്റെ പണ്ടത്തെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതിൽ പിന്നെ നെയിൽ പോളിഷ് ഇടാൻ പാടില്ല, സ്പ്രേ അടിക്കലൊക്കെ ഹറാമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷേ ആ ഹറാമൊക്കെ ഇപ്പം നമുക്ക് വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എല്ലാം ഹലാലായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആളെ ആ ഒരു മതത്തിനെ തള്ളി പറയാനോ ഒന്നും വന്നിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് ഇഷ്ടത്തിൻ്റെ അവരുടെ ചോയ്സ് അനുസരിച്ചിട്ട് അവർ ജീവിക്കുന്നുണ്ട്. പക്ഷേ മതത്തിനെ അവർ അവഹേളിച്ച് പറയാനോ ഒന്നും ജാസ്മിൻ ജാഫർ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ മതത്തിന് പുറത്ത് പോകണമെങ്കിൽ അത് നിങ്ങൾക്ക് ആവാം. നമ്മളെ മതത്തിൽ തന്നെ നിൽക്കണം എന്നൊന്നും എവിടെയും പറയുന്നൊന്നുമില്ല. നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ വേണ്ട ഒന്നാണ്. അതേത് കാസ്റ്റ് ആയിട്ടുണ്ടെങ്കിലും അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നത്. അപ്പം ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുമല്ലോ. അപ്പം നമ്മുടെ ഇതിൽ അതർ കാസ്റ്റിൽ പെട്ട ഫ്രണ്ട്സൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ചെറുതിലെ മദ്രസയിൽ പോകുന്നതിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മതപരമായിട്ടുള്ള ദീനിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവർ പറയും അവർക്ക് അങ്ങനത്തെ ഒരു ക്ലാസ് ഒന്നും കിട്ടാനില്ല അവരുടെ മതത്തിനെ പറ്റിയിട്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ വലിയൊരു ഐഡിയ ഒന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കേട്ട് പഠിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു അറിവാണ് അവർക്കുള്ളത് എന്നുള്ളത്. നമ്മളത് മദ്രസയിൽ പോയിട്ട് നമ്മളത് ക്ലിയർ ആയിട്ട് പഠിച്ചെടുക്കുന്ന ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അവിടെ വന്നിട്ടുള്ളത്. ബോയ്സും ഗേൾസും അവരുടെ ഡ്രസ്സ് തന്നെ ഇട്ട് നടക്കുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ചിലപ്പം